ക്വിക്കർ മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 2021 നടന്ന +2 ഫേസ് 1 പ്രിലിമിനറി പരീക്ഷയിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളൂ. നമുക്ക് ചോദ്യം നോക്കാം. 8 + 3 × 2 - 4 / 2 + 6 വിലയാണ് കണ്ടുപിടിക്കാനുള്ളത്. ബോഡി മാസ് വെച്ചിട്ടാണ് നമുക്കിത് ചെയ്യാനുള്ളത്. ബോഡി മാസ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? BODMAS ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ സംഖ്യയെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമായിരിക്കും? 8 + 3 × 2 - 4 / 2 എഴുതുവാണ്. ആ ഡിവിഷൻ ഞാൻ /2 എഴുതി. +6 നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് നമ്മൾ ഡിവൈഡ് ചെയ്യണം, അതിനുശേഷം നമ്മൾ ഗുണിക്കണം അല്ലേ? 8 + 3 × 2 ആദ്യം എഴുതി ചെയ്യുവാണ്. 3 × 2 ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ഗുണനം ഒരുമിച്ചുള്ള സാധനമാണ്. എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ ഗുണനം കൂടി ചെയ്യുവാണ്. 3 × 2 6 - 4 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 + 6 ആണല്ലോ. 8ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ എത്ര കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 14 കിട്ടും. -2 + 6 അതായത് 14 +2 -6 കൂടെ ആകുമ്പോഴത്തേക്കും +4 വരും. ആൻസർ നമുക്ക് 18 എന്ന് കിട്ടും ആണല്ലോ. ബോഡി മാസ് ഉപയോഗിച്ചിട്ടാണ് ആദ്യം ഡിവിഷൻ, അതിനുശേഷമാണ് മൾട്ടിപ്ലിക്കേഷൻ. അത് ഇച്ചിരി മാറി വന്നാലും നമുക്ക് ആൻസറിൽ വ്യത്യാസം വരില്ല. ഡിവൈഡ് ചെയ്യാനുള്ളതിനെ ഒരുമിച്ചെടുക്കുക, ഗുണിക്കാനുള്ളതിനെ ഒരുമിച്ചെടുക്കുക. സിമ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവും. നമുക്കിവിടെ ആൻസർ 18 എന്ന് കിട്ടി. ഓപ്ഷൻ എ നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ എ നമുക്കിവിടെ ഉത്തരമായി വരുന്നു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 1/3-നും 1/2-നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1/3-നും 1/2-നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെയാണ് ഭിന്നസംഖ്യ കണ്ടുപിടിക്കുന്നത്? 1/3-ക്കും 1/2-നും ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഛേദങ്ങളെ പരസ്പരം കൂട്ടുക, അംശങ്ങളെ പരസ്പരം കൂട്ടുക. ഞാൻ ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഭിന്നം കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഇങ്ങനെ ഇടയിൽ ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളത് പോയി നോക്കുക. 1/3-ക്കും 1/2-നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി അംശങ്ങളെ പരസ്പരം കൂട്ടുക, ഛേദങ്ങളെ പരസ്പരം കൂട്ടുക. 1 1 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 1 1 3 2 കൂടെ കൂട്ടുക, 3 2 ആൻസർ അങ്ങനെ 1 1 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 2 വന്നു. 3 2 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 5 വന്നു. ആൻസർ എത്രയാണ്? 2/5. 1/3-നും 1/2-നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് 2/5. അംശങ്ങളെ കൂട്ടുക, പരസ്പരം ഛേദങ്ങളെ കൂട്ടുക. അപ്പോൾ നമുക്കിവിടെ ആൻസർ 2/5 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ സി നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ സി നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നു. 2/5 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ 30%-വും 70%-വും തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സംഖ്യയുടെ 30%-വും 70%-വും തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യയാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കിത് 2-3 രീതി ചെയ്യാൻ പറ്റും. ഫസ്റ്റ് രീതി എന്ന് പറയുന്നത്, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഈ 30% 70%-മാണ് അല്ലേ? സംഖ്യയുടെ 30% 70%-മാണ്. അപ്പോൾ 30% 70% കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ളത് എത്രയാണ്? 40%-ആണ് അല്ലേ? 30%-ന്ന് 70% പോകുമ്പോഴത്തേക്ക് 40%-ആണ്. അതായത് ഈ 40%-ആണ് 60 എന്ന് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ സംഖ്യ എക്സ് എന്ന് കൊടുക്കുവാണ്. ഞാനിവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സംഖ്യ എക്സ് എന്ന് കൊടുക്കുകയാണ്. അതായത് എക്സിൻ്റെ 40%-മാണ് 60 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ആണല്ലോ. 30% 70% തമ്മിലുള്ള വ്യത്യാസം. അപ്പം 70-നും 30 പോകുമ്പോഴത്തേക്ക് 40%. വ്യത്യാസം പറഞ്ഞാൽ എത്രയാണ്? 60 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സംഖ്യ കണ്ടുപിടിക്കണം. സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അല്ലേ? 60 × 100 / 40. 0 0 പോയി 2 4 3 2 6. ഇവിടെയും പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 5. സംഖ്യ എത്ര വന്നു? 15 0. സംഖ്യ എത്രയാണ്? 150 നമുക്ക് കിട്ടി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, നമ്മൾ ബാക്കി വെട്ടി ചെയ്തു, നമുക്ക് സംഖ്യ 150 എന്ന് കിട്ടി. ഓപ്ഷൻ ബി നമുക്കിവിടെ ഉത്തരമായിട്ട് വന്നു. ഓപ്ഷൻ ബി നമുക്കിവിടെ ഉത്തരമായിട്ട് വന്നു. സംഖ്യ എക്സ് എന്ന് കൊടുത്തു. 30%-നും 70% തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ കുറച്ചപ്പോഴത്തേക്കും ആ ശതമാനം എന്ന് പറഞ്ഞാൽ 40-ആണ്. 70-നും 30 പോകുമ്പോഴത്തേക്കും ബാക്കി 40%-ആണ് ഉള്ളത്. ആ 40% എടുത്തുകൊണ്ട് നമ്മൾ ബാക്കി ചെയ്യുകയാണ്. എക്സിൻ്റെ 40/100 എടുത്തപ്പോഴത്തേക്ക് നമുക്ക് 60 എന്ന് കിട്ടി. അവിടെ എക്സ് ഈക്വൽ ടു നമുക്ക് 150 എന്ന് കിട്ടി. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് എടുത്ത് തന്നെ
കുറച്ച് ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഇപ്പം എക്സിൻ്റെ 70% എന്ന് പറഞ്ഞത് എക്സ് ഇൻറ്റു 70/100 മൈനസ് എക്സ് ഇൻറ്റു 30/100. നമ്മുടെ ഡയറക്റ്റ് മെത്തേഡാണ് 30/100. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. എക്സ് രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട്. കോമൺ ആയിട്ടുള്ളപ്പോൾ എക്സിനെ പുറത്തെടുത്തു. ബാക്കി എത്രയുണ്ട്? 70/100 മൈനസ് 30/100 ഉണ്ട് അല്ലേ? അത് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എക്സ് ഇൻറ്റു 40/100 തന്നെ വന്നു. പഴയ രീതിയിൽ തന്നെ വന്നു. എങ്ങനെ കണ്ടുപിടിക്കാൻ? നേരത്തെ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടി? 150 കിട്ടി. ശതമാനം മൈനസ് എക്സ് ഇൻറ്റു 30% ചെയ്താലും നമുക്ക് ആൻസർ 150 തന്നെ കിട്ടും. ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി ഉത്തരമായി വരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം 2n² + n ആണ്. ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എന്നിന് 1ഉം 2ഉം കൊടുത്തു കഴിഞ്ഞാൽ 1ഉം 2ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് കുറച്ച് പൊതുവ്യത്യാസം എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത് പോലെ ഉണ്ട്. കാരണം അവർ സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതമല്ല, സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എന്നാണ്. കാരണം തുകയ്ക്കൊരു ബീജഗണിത രൂപം വരില്ല, ശ്രേണിക്കാണ് ബീജഗണിത രൂപം വരുന്നത്. എനിവേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ബീജഗണിത രൂപം എന്ന് പറയുന്നത് 2n² + n ആണ്. ഇവിടെ n = 1 എന്ന് കൊടുക്കാം. n = 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യ സംഖ്യ കിട്ടും, ആദ്യ പദം കിട്ടും. നമുക്കിവിടെ ആദ്യ പദം എന്ന് പറയുന്നത് 2 × 1² + 1 ആണ്. അതായത് 2 + 1, നമുക്ക് ആദ്യ പദം 3 എന്ന് കിട്ടി. ഇത് നമുക്ക് n = 2 എന്ന് കൊടുക്കാം. 2 എന്ന് കൊടുക്കുമ്പോഴത്തേക്കും 2 × 2² + 2 എന്ന് വരും. അതിൻ്റെ ആൻസർ എന്താണ്? 2 × 2² എത്രയാണ്? 4. 4 + 2 എന്നാണ്. 2 × 4 8 ആണ്. 8 + 2 10 ആണ് അല്ലേ? അതായത് നമ്മുടെ ബീജഗണിത രൂപം 2n² + n. n = 1 എന്ന് കൊടുക്കുന്നു, n = 2 എന്ന് കൊടുക്കുന്നു. n = 1 കൊടുത്ത് നമ്മൾ ആദ്യ പദം കണ്ടെത്തുന്നു, n = 2 കൊടുത്ത് നമ്മൾ രണ്ടാം പദം കണ്ടെത്തുന്നു. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 10 - 3 7 പൊതുവ്യത്യാസമായിട്ട് വരുന്നത്. 10 - 3 7 പൊതുവ്യത്യാസമായിട്ട് വരുന്നത്. ഇവിടെ സംഖ്യ, ഇവിടെ സമാന്തര ശ്രേണിയുടെ തുകയുടെ നല്ല സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എന്നാണ്. കാരണം നമ്മളൊരു ശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയണമെങ്കിൽ അതിനൊരു ബീജഗണിത രൂപം വേണം. നമ്മൾ ഏതൊരു സമാന്തര ശ്രേണി എടുത്താലും അതിനൊരു ബീജഗണിത രൂപമുണ്ട്, അല്ലെങ്കിൽ ഒരു അൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ട്. അങ്ങനെ ഒരു അൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ശ്രേണിയെ സമാന്തര ശ്രേണിയായിട്ട് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഒരു ശ്രേണി സമാന്തര ശ്രേണി ആകുന്നത് പൊതുവ്യത്യാസം തുല്യമാകുമ്പോഴത്തേക്കും പിന്നെ രണ്ടാമത്തെ കണ്ടീഷനാണ് അതിനൊരു ബീജഗണിത രൂപത്തിൽ എഴുതാൻ പറ്റണം എന്നുള്ളത്. അപ്പോൾ ഇത് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ്. അപ്പോൾ n = 1 കൊടുക്കുക, n = 2 കൊടുക്കുക. 10 - 3 നമുക്ക് 7 എന്ന് കിട്ടി. നമുക്കിവിടെ ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ബി നമുക്കിവിടെ ഉത്തരമായി വരുന്നു. ഒരു സമചതുര സ്തൂപികയുടെ ചരിവുയരം 15 സെൻറ്റിമീറ്ററും പാദവക്ക് 12 സെൻറ്റിമീറ്ററുമായാൽ സ്തൂപികയുടെ ഉയരം നമുക്ക് കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താൻ പറ്റും? സ്തൂപികയുടെ ചരിവുയരമാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ പാദവക്കം തന്നിട്ടുണ്ട്. സ്തൂപിക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പിരമിഡാണ്. സമചതുര സ്തൂപിക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിരമിഡാണ്. പിരമിഡിനെയാണ് നമ്മൾ അറിയാലോ, ഈജിപ്തിൽ നമ്മുടെ പിരമിഡ് പോലത്തെ രൂപമാണ് നമ്മൾ സമചതുര സ്തൂപിക എന്ന് പറയുന്നത്. താഴ്ഭാഗം എന്തായിരിക്കും? ഒരു സമചതുരം പോലെ ഇരിക്കും. താഴ്ഭാഗം ഒരു സമചതുരം പോലെ ഇരിക്കും ബേസ്. പിന്നെ എന്താണ്? ഇങ്ങനെ ഒരു സ്തൂപിക, നമ്മുടെ ഒരു ഇത് ഞാൻ വരച്ചിട്ടേക്കുന്ന രൂപം പോലെയാണ് വരച്ചേക്കുന്നത്. സ്തൂപികയാണ് നമ്മുടെ ത്രികോണം, നമ്മുടെ പിരമിഡാണ്. നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മൾ തന്നെ പിരമിഡ് എന്നാണ് പറയുന്നത്. ഈ പിരമിഡിന്റെ സമചതുര സ്തൂപികയുടെ ചരിവുയരം എന്ന് ഉദ്ദേശിക്കുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റ് ആണ് ചരിവുയരം എന്ന് പറയുന്നത്. സ്ലാൻഡ് ഹൈറ്റ്, ഈ ചരിവിൻ്റെ ഉയരം എന്ന് പറയുമ്പം ഇപ്പോൾ ഇത് ഒരു ഭാഗം ത്രികോണമായിരിക്കും അല്ലേ? ഒരു രൂപം ത്രികോണമായിരിക്കും, ത്രികോണങ്ങൾ ചേർത്ത് വച്ചതുപോലെ ആയിരിക്കും. ഇവിടെ ചരിവ് ഉയരം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തിൻ്റെ അളവല്ല, പകരം ഇങ്ങനെ വരുന്നില്ല, ഈ പോർഷനാണ് ഇവിടെ ചരിവ് ഉയരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ത്രികോണം പോലെ വരുന്നതിൽ ഈ ഹൈറ്റ് ആണ് ചരിവ് ഉയരം എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ലാൻഡ് ഹൈറ്റ് ആണ് ചരിവ് ഉയരം. എത്രയും തന്നിട്ടുണ്ട്? 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ ചരിവ് ഉയരം എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഇതെന്ത് തന്നിട്ടുണ്ട്? നമുക്ക് 15 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനിയുള്ളത് പാദവക്കാണ് തന്നിട്ടുള്ളത്. പാദവക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വരുന്ന നീളത്തിനെയാണ് പാദവക്ക്, അല്ലെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ ഈ ഭാഗത്ത് വരുന്ന നീളത്തിനെയാണ് എന്തായിട്ട് ഉദ്ദേശിക്കുന്നത്? പാദവക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് എന്താണ്? പാദവക്ക്. ഇതാണ്
പാദവക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്തിനെയാണ് പാദവക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാദവക്കിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബേസ് എഡ്ജ് എന്നാണ്. ബേസ് എഡ്ജ്. പാദവക്കിൻ്റെ ഇംഗ്ലീഷ് ബേസ് എഡ്ജ് എന്നാണ്. ബേസ് എഡ്ജ് എത്രയാണ് തന്നിട്ടുണ്ട്? നമുക്ക് ബേസ് എഡ്ജ് 12 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. നമ്മുടെ പിരമിഡാണ്. നമ്മുടെ പിരമിഡിനെയാണ് നമ്മൾ സമുദ്ര സ്തൂപിക എന്ന് പറയുന്നത് മലയാളത്തിൽ. അതിൻ്റെ ചരിവ് ഉയരം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ത്രികോണം പോലെ ഇരിക്കുന്ന സംഭവത്തിൻ്റെ ഉയരമാണ്. ആ കോണിൻ്റെ ഉയരമല്ല. ഈ നീളത്തിലുള്ള ത്രികോണം പോലെ എടുക്കാൻ കണ്ട് സെൻറ്ററിൽ നിന്ന് പോകുന്ന ഉയരത്തിനാണ് ചരിവ് ഉയരം സ്റ്റാൻഡ് ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്. ഇവിടെ പാദവക്കാണ്. പാദവക്കിൻ്റെ ഇംഗ്ലീഷ് ബേസ് എഡ്ജ് എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സ്തൂപികയുടെ ഉയരമാണ് കണ്ടുപിടിക്കാനുള്ളത്. സ്തൂപികയുടെ ഉയരം എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡാണ്, ഹൈറ്റ് അല്ല, ആൾട്ടിറ്റ്യൂഡാണ്. ആൾട്ടിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആൾട്ടിറ്റ്യൂഡാണ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ത്രികോണം ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് മുതൽ അകത്തോട്ടുള്ള മൊത്തം ആ ഉള്ളിൽ നിന്ന് ആ പിരമിഡിൻ്റെ മൊത്തം പൊക്കമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആൾട്ടിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ചെയ്യുകയാണെങ്കിൽ അതൊരു ത്രികോണം പോലെ വരും. ഈ വശമാണ് എന്തായിട്ടുള്ളത്? ഈ പോർഷനാണ്. ഇതൊരു ത്രികോണം പോലെ ഇരിക്കുന്നൊരു പോർഷനാണ്. ആ പോർഷൻ ഇവിടെ 6 സെൻറ്റിമീറ്റർ ഉണ്ട്. കാരണം മൊത്തം ബേസ് എഡ്ജ് എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം ബേസ് എഡ്ജാണ് 12. അപ്പോൾ അതിൻ്റെ പകുതി ആകുമ്പോഴത്തേക്കും എന്താണ്? 6 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ 6 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ബേസ് എഡ്ജായിട്ട് വരുന്നത്. അതിൻ്റെ ചരിവ് ഉയരമാണ് എന്തോന്ന് 15 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. നമുക്ക് ഈ ഭാഗമാണ് കണ്ടുപിടിക്കാനുള്ളത്. ആൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കാനുള്ളത്. ത്രികോണം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൊക്കമാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് എന്തുവാണ്? നമ്മളൊരു പിരമിഡ് ഉണ്ട്. ആ പിരമിഡിൻ്റെ ഇങ്ങനെ നമ്മൾ നിർത്തി വരയ്ക്കുവാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. ഈ ലെങ്താണ്, ഇവിടെ മുതലുള്ള ലെങ്താണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതാണ് 6 സെൻറ്റിമീറ്റർ. ഈ പോർഷനാണ് 15 സെൻറ്റിമീറ്റർ. ഇങ്ങനെ വരുന്ന ഈ പോർഷനാണ് 15 സെൻറ്റിമീറ്റർ. നമുക്ക് ഈ പോർഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ഈ പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളാണ്. നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ്. പൈതഗോറസ് തിയറം എന്തുവാണ്? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ? നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ലംബമാണ്. ലംബം സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്നാണ്. നമുക്കിവിടെ ആൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കാനുള്ളത്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്നാണ് അല്ലേ? അതായത് റൂട്ട് ഓഫ് 15 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ എന്ന് വരും. 15 സ്ക്വയർ എത്രയാണ്? 225 മൈനസ് 6 സ്ക്വയർ എത്രയാണ്? 36. നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് 89 എന്ന് വന്നു. ഇതിൻ്റെ ആൻസർ നമ്മൾ ഘടകക്രിയ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. 189 നമ്മൾ ഘടകക്രിയ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 3 കൊണ്ട് ചെയ്യുകയാണ് നമുക്ക് 6 3 3 3 9 വീണ്ടും 3 കൊണ്ട് ചെയ്യുകയാണ് 21 എന്ന് വന്നു. ഇനി പോകത്തില്ല. അപ്പോൾ ആൻസർ 3√21 എന്ന് കിട്ടും. 3√21 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 3√21 സെൻറ്റിമീറ്റർ നമുക്കൊരു ആൻസർ കിട്ടും. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ്. സ്ലാൻഡ് ഹൈറ്റും ബേസ് എഡ്ജുമാണ് തന്നിരിക്കുന്നത്. നമുക്ക് ചരിവ് ഉയരവും പാദവക്കുമാണ് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് ആൾട്ടിറ്റ്യൂഡാണ്. മാറിപ്പോകരുത്. നമുക്ക് സമുദ്ര സ്തൂപിക അല്ലെങ്കിൽ പിരമിഡിന് ഒരുപാട് അളവുകളുണ്ട്. മാറിപ്പോകാതെ കൃത്യമായിട്ട് നോക്കി ചെയ്യുക. ഇവിടെ നമുക്ക് ആൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കാനുള്ളത്. 15 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ 12ആണ്. അതിൻ്റെ പകുതിയേ ഉള്ളൂ. കാരണം ഇത് മൊത്തമാണ്. നമുക്കിത് ഇതിൻ്റെ അകത്തു നിന്നുള്ള ഈ ലെങ്താണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി എൻ്റെ പകുതി എടുത്താൽ മതി. പകുതി എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? 15 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 3√21 കിട്ടും. നമുക്കിവിടെ ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരും. നമുക്കിവിടെ ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. ചോദ്യം നോക്കാം. 20, 25, എക്സ് 28, 32 എന്നീ സംഖ്യകളുടെ ശരാശരി 27ആണ്. എന്നാൽ എക്സിൻ്റെ വില എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. 5 സംഖ്യ തന്നിട്ടുണ്ട് അല്ലേ? 5 സംഖ്യ ഒരു സംഖ്യ എക്സ് ആണ്. നമുക്ക് എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കാനുള്ളത്. ശരാശരി 27ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് 20 പ്ലസ് 25 പ്ലസ് എക്സ് പ്ലസ് 28 പ്ലസ് 32 ഡിവൈഡഡ് ബൈ മൊത്തം 5 സംഖ്യകളുണ്ട്. 5 എന്ന് പറയുന്നത് 27ആണ്. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ആദ്യം ഈ സംഖ്യകളൊന്ന് കൂട്ടി നോക്കാം. 20ഉം 25ഉം കൂടെ ആകുമ്പോഴത്തേക്കും 45 ആയി. 45ഉം 28ഉമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ 45ഉം 20ഉം ആകുമ്പോഴത്തേക്കും 65 ആയി. 65ഉം 8ഉം ആകുമ്പോഴത്തേക്കും 73 ആയി. 73ഉം 30ഉമാണ് ചെയ്യാനുള്ളത്. 73ഉം 30ഉം ആകുമ്പോഴത്തേക്കും 103 ആയി. 103 രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും 105 ആയി അല്ലേ? അതായത് 105 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണ്. 27 ഇൻറ്റു 5ആണ്. അതായത് 105 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 27 5 കൂടെ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 7 5 35 5
ശിഷ്ടം 3, 5 2 10, 10 3 13, 135 എന്ന് കിട്ടി. നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ? കുറച്ചാൽ മതി. എക്സ് ഈക്വൽ ടു 135 മൈനസ് 105 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടി? 30. എക്സിൻ്റെ വില എത്രയാണ്? 30 എന്ന് വന്നു. ഓപ്ഷൻ എ നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ എ നമുക്കിവിടെ ഉത്തരമായി വരുന്നു. 20, 25, എക്സ് 28, 32 എക്സ് എന്ന് പറഞ്ഞ സംഖ്യ 30 കൂട്ടുക, ഡിവൈഡ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, എക്സിൻ്റെ വില കണ്ടെത്തുക. ഓപ്ഷൻ എ നമുക്കിവിടെ ഉത്തരമായി വരുന്നു.